പ്രതിപക്ഷത്തോളം വീര്യം കാണിക്കാൻ തെരുവിലിറങ്ങി SFI പിള്ളേരോട് കലഹിക്കാനിറങ്ങിയ ആരിഫ് മുഹമ്മദ് ഖാൻ അറിഞ്ഞതാണ് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളുടെ സമരവീര്യം. ഭാരതീയ ലോക്ദളിനും കോൺഗ്രസിനും ജനമോർച്ചയ്ക്കും BSPയ്ക്കും ശേഷം ഗത്യന്തരമില്ലാതെ BJPയിലെത്തിയ ആരിഫ് മുഹമ്മദ് ഖാൻ അല്ല പിന്നീടെത്തിയ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. സംഘപരിവാറിന്റെ സന്തതിയായി വളർന്ന തികഞ്ഞ രാഷ്ട്രീയക്കാരൻ. കേരളത്തിൽ നിന്ന് അധികമൊന്നും ദൂരമില്ലാത്ത ഗോവയിൽ വളർന്ന ആർലേക്കറിന് അറിയാത്തതാവില്ല ഈ നാട്ടിലെ രാഷ്ട്രീയ ചൂട്. കേരളത്തിൽ സാക്ഷരതയുണ്ടെങ്കിലും വിദ്യാഭ്യാസമില്ല എന്ന് പറയുന്നതും, ക്ഷേത്രങ്ങളിൽ സ്കൂളുകൾ തുടങ്ങണമെന്ന് പറയുന്നതും, സനാതനധർമ്മം പഠിപ്പിക്കണമെന്ന് പറയുന്നതും, ഭരണഘടനാ സ്ഥാപനങ്ങളിൽ പതിവില്ലാത്ത ചിത്രത്തിന്റെ പേരിൽ പോരടിക്കുന്നതും നിഷ്കളങ്കമെന്ന് കരുതുക വയ്യ. സർവകലാശാലകളുടെ പേരിൽ നടക്കുന്നതും കേവലം അക്കാദമിക്കായ ഇടപെടലുകളെന്നും കരുതുക വയ്യ. താൽക്കാലിക വൈസ് ചാൻസലറുടെ പകരം ചുമതല മറ്റൊരു താൽക്കാലിക വിസിക്ക് നൽകുന്നത് ഉദ്ദേശ്യമൊന്നുമില്ലാതെയെന്ന് വിശ്വസിക്കാനുമാകില്ല. മന്ത്രിമാരോടും രജിസ്ട്രാറോടും തുടങ്ങിയ പോര് എത്തി നിൽക്കുന്നത് വിദ്യാർത്ഥി സംഘടനയിലാണ്. കലുഷിത കേരളമോ എന്നതാണ് ചോദ്യം.